ഡി ധനസുമോദ ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. ധനസുമോദ, കഴിഞ്ഞ 5 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറാകുന്നത്. രാഹുൽ ഗാന്ധി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. ഇത് ഡൽഹിയാണ്, ഇവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. നമ്മുടെ രാജ്യത്തെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അബ്യൂസുകൾക്ക് ഇരയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോഴൊക്കെയാണ് ഒരു മാതൃകയാകേണ്ട ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ 5 മണിക്കൂറിന് ശേഷം മാത്രം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ എഫ്ഐആറിന്റെ പകർപ്പ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ്, രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സൽമാൻ ഖുർഷിദ് ഇപ്പോൾ സംസാരിക്കുകയാണ്. बिना एफआईआर के कुछ नहीं होना चाहिए, एफआईआर होना चाहिए. अब एफआईआर हो गया है. അല്പനിമിഷം മുമ്പാണ് ഇപ്പോൾ വാതിലുകൾ തള്ളി ഗേറ്റ് വലിച്ചു തുറന്നുകൊണ്ട് നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ചെറുപ്പക്കാരാണ് വന്നിരിക്കുന്നത്. ഇവർ ഒരു 12 മണി മുതൽ തന്നെ ഈ വിദ്യാർത്ഥികളും ഈ ചെറുപ്പക്കാരും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ കാത്തിരിക്കുകയാണ്. കാര്യം രാഹുൽ ഗാന്ധി അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എഫ്ഐആർ ഇട്ടതിന് ശേഷം മാത്രമായിരിക്കും തങ്ങൾ പുറത്തേക്ക് പോവുക എന്നുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിലൊന്നും ഇവർ എഫ്ഐആർ ഇടാൻ തയ്യാറായിരുന്നില്ല. അതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് ഇതിനകം തന്നെ ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്, അപ്പോൾ പ്രത്യേകം ഒരു എഫ്ഐആർ വേണ്ട എന്ന് തന്നെയായിരുന്നു. രണ്ടാമത് വാദം ഇവരുടെ പ്രധാനമായും ഇപ്പോൾ നടക്കുന്നത് സുപ്രീം കോടതി രൂപീകരിച്ച സമിതിയുടെ ഒരു അന്വേഷണം കൂടിയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും എഫ്ഐആർ വേണ്ട എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ 5 മണിക്കൂറും കഴിഞ്ഞ് 6 മണിക്കൂറിലേക്ക് പിന്നിടുമ്പോഴാണ് ഇനി രാഹുൽ ഗാന്ധി, രാജ്യത്തെ പ്രതിപക്ഷ നേതാവ്, ഈ പാർലമെന്റ് സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ കാണാത്ത ഒരു സമര മുറ വെട്ടിത്തുറന്നുകൊണ്ട് അദ്ദേഹം ഇനി പോവില്ല എന്ന് തീരുമാനിച്ചതോടുകൂടി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ അടക്കം ഇപ്പോൾ അനുമതിയോടുകൂടിയാണ് ഈ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അതായത് ഈ എഫ്ഐആർ ഇടുന്നതോടുകൂടി ഒരു പരാജയം കൂടിയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. കാര്യം വെടിയുതിർത്തില്ല എന്നുള്ള ഒരു കാര്യമാണ് പാർലമെന്റിൽ കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നത്. അതിന് വിരുദ്ധമായിട്ട് തന്നെ അതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു എഫ്ഐആർ ഇടുകയാണെങ്കിൽ ഈ ജിതേന്ദ്ര സിംഗ് കേന്ദ്രമന്ത്രി പറഞ്ഞതിന് വിരുദ്ധമായി പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും എഫ്ഐആർ ഇടാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു ഒരു നിലപാടുണ്ടായിരുന്നത്. ഈ ഒടുവിൽ എഫ്ഐആർ ഇട്ടതോടുകൂടി തന്നെ ഇപ്പോൾ ഇതുവരെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന വാദങ്ങളെല്ലാം പൊളിയുന്നു എന്നുള്ള ഒരു അർത്ഥം കൂടി ഇതിന് കൈവന്നിരിക്കുകയാണ്. അവസാന നിമിഷം വരെ എഫ്ഐആർ ഇടാതിരിക്കാൻ വേണ്ടി ഡൽഹി പോലീസും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും എല്ലാം പിടിച്ചു നിന്നിരുന്നു. പക്ഷേ അവർക്ക് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ പിന്നോട്ട് പോവില്ല എന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ജയറാം രമേശ്, മുകുൾ വാസനിക് തുടങ്ങിയവർ ഒറ്റക്കെട്ടായി തന്നെ ഇവിടെ സമരം ചെയ്യായിരുന്നു. രാഹുൽ ഗാന്ധി ഈ 5 പേരോടൊപ്പം ഈ കസേരയിൽ ഇരുന്നിട്ട് താൻ ഇവിടെ നിന്ന് എഴുന്നേക്കണമെങ്കിൽ, ഈ കോമ്പൗണ്ട് കടന്നു പോകണമെങ്കിൽ എഫ്ഐആർ ഇട്ടേ തീരൂ എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, ഡൽഹി പോലീസ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി നൂറുകണക്കിന്, ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഈ പാർലമെന്റ് സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒത്തുകൂടിയിരിക്കുന്നത്. അത് NSU പ്രവർത്തകരുണ്ട്, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, നിരവധി കോൺഗ്രസ് പോഷക സംഘടനകളുണ്ട്. ഇവരെല്ലാം കോൺഗ്രസിന്റെ കൊടിയുമായി ഇന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഈ പ്രവർത്തകർ ഈ പാർലമെന്റ് സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷന്റെ ഈ ഗേറ്റ് തകർത്ത് അകത്ത് കടക്കുമായിരുന്നു. ആ തരത്തിലുള്ള ഒരു വികാരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ പോരാട്ടത്തിന്റെ ഫലം കണ്ടിരിക്കുകയാണ്. അങ്ങനെ 6 മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിൽ പോലും ഇതിന്റെ ഒരു കോപ്പി, പകർപ്പ് തങ്ങളുടെ കൈവശം കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നത്, രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും പകർപ്പ് അദ്ദേഹത്തിന്റെ കൈവശം, സഹിലിന്റെ കൈവശം കൊടുക്കുകയായിരുന്നു. ആ പകർപ്പുമായി സഹിൽ വന്ന് മാധ്യമങ്ങളെ കാണുക. സഹിലിന്റെ മാതാവും രാഹുൽ ഗാന്ധിയും ഇതിനകം തന്നെ ഈ മാധ്യമങ്ങളെ കണ്ട് അതിനുശേഷം സഹിൽ പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു പിന്തുണ, രാഹുൽ ഗാന്ധിയുടെ ഒരു പോരാട്ടം കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു എഫ്ഐആറിലേക്ക്
ജയിലിലേക്ക് ഇടുന്നതിലേക്ക് ഫലം കണ്ടത്. കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് 14 മുതൽ നിരന്തരമായിട്ട് മന്ത്രിമാർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കുകയാണ് FIR ഇടാൻ വേണ്ടി, FIR രേഖയാക്കാൻ വേണ്ടി. പക്ഷേ അന്നൊക്കെ തിരസ്കരിച്ചിരുന്ന പോലീസ് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു നിശ്ചയദാർഢ്യം നിറഞ്ഞ പോരാട്ടത്തിന് മുന്നിൽ ഏറ്റവും ഒടുവിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിരവധി നേതാക്കന്മാർ, കുമാരി ഷെൽജ, പ്രിയങ്ക ഗാന്ധി, മുകുൾ വാസനിക്ക് തുടങ്ങിയ നേതാക്കന്മാർ അവസാന നിമിഷം വരെ ഇവരുടെ ഒപ്പം തന്നെ നിലയുറപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത് ഇപ്പോൾ. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിന് ഇപ്പോൾ പുറത്തേക്ക് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ജനത്തിരക്കും ആവേശവുമാണ് കാണുന്നത്. കാരണം ഈ പ്രവർത്തകർ ഈ വഴി തടഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിന് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സുരക്ഷാ വാഹനത്തിന് വ്യക്തമാണ്. ധനസുമോദ്, എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 6 മണിക്കൂർ നീണ്ട മിന്നൽ സമരത്തിന് ശേഷം അങ്ങനെ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ. എന്തായാലും